അതുപോലെ തന്നെ ഞാൻ +2 പരീക്ഷ തോറ്റിരുന്നു. എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും പാസ്സായി, ഞാൻ മാത്രമാണ് തോറ്റത്. 1 മണിക്കൂർ എടുത്താൽ പോലും എനിക്ക് ഒരു വരി പോലും ഓർത്ത് വെക്കാനുള്ളൊരു മെമ്മറി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം അതായിരുന്നു വെച്ചിരുന്നത്. സപ്ലി പരീക്ഷ എഴുതി എനിക്ക് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകാൻ സാധിച്ചു. ഞാൻ കാശ് രൂപം കയ്യിൽ പിടിച്ചാണ് പരീക്ഷ എഴുതിയത്. ഉടമ്പടി തൈലം നെറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും. എനിക്ക് അതിൽ ഞാൻ എന്താണോ അതിൽ 5 മിനിറ്റ് മുമ്പ് ആ ഉടമ്പടി തൈലം തൊട്ട് ഞാൻ കുരിശ് വരച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് 5 മിനിറ്റുള്ളപ്പോൾ മുമ്പ് പെട്ടെന്ന് എനിക്ക് എന്തോ പുസ്തകത്തിലൊരു ക്വസ്റ്റ്യൻസ് നോക്കാൻ തോന്നി. അത് തന്നെയാണ് പരീക്ഷയ്ക്ക് ഞാൻ വന്നതും. അത് ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ പരീക്ഷയ്ക്ക് എഴുതിയതും. എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകുകയും ചെയ്തു. അതുപോലെ എനിക്ക് കോളേജിൽ ലേറ്റാണ് അഡ്മിഷൻ കിട്ടിയത്. ഞാൻ ഓൾറെഡി സപ്ലി എഴുതിയതുകൊണ്ട് ലേറ്റായാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുകയും നല്ല മാർക്കോട് കൂടി പാസ്സാവണമെന്നും എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പഠിക്കാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് ഒറ്റപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് നല്ല മാർക്കോടി മറ്റുള്ള കുട്ടികൾക്ക് സംശയം തോന്നിയാൽ അത് പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് സാധിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. മാതാവ് എനിക്ക് തന്നു. നല്ല കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ നന്നായിട്ട് തന്നെ പഠിച്ചു. എനിക്ക് ഒരു വിഷയത്തിന് പോലും അതിനുശേഷം ഞാൻ തോറ്റിട്ടില്ല. എപ്പോഴും എൻ്റെ കയ്യിൽ കാശ് രൂപം വെച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നതും പഠിക്കുന്നതും. ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ഉപവാസം കറക്റ്റായി എടുക്കുകയും ബൈബിള് വായിക്കുകയും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുമായിരുന്നു. എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഞാനിപ്പോൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. സാക്ഷ്യം ഞാൻ ഒരുപാട് വൈകിട്ടാണ് പറയുന്നത്. 2018 ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ അന്ന് സാധിച്ചില്ല. കൊറോണ സമയമെല്ലാം ആയിട്ട് ഞാനിപ്പോഴാണ് ദുബായിൽ നിന്ന് വന്ന് സാക്ഷ്യം പറയുന്നത്. എനിക്ക് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. സാക്ഷ്യം പറയാൻ വൈകിയതിൽ മാതാവിനോട് ക്ഷമയും ചോദിക്കുന്നു.